മനസ്സിലായോ? ഭാഷ തുടങ്ങിക്കോ. നല്ല വിശപ്പ്, നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് ഐശ്വര്യോടെ തുടങ്ങാം മാസ്റ്റർ. ഇപ്പൊ ഞാൻ കാണിച്ചൊക്കെ ചെയ്ത് കാണിക്കേ, എന്നിട്ടാവാം കഴിപ്പ്. അവനെ പഠിപ്പിച്ചു കിട്ടുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ തികയൂ. വെറുതെ പ്രഷർ കൂട്ടണ്ട. ഇത്രയും വർഷത്തെ എന്റെ എക്സ്പീരിയൻസിനിടയ്ക്ക് ഇതുപോലൊരെണ്ണം ആദ്യ. ചേട്ടൻ വിളിച്ചിരുന്നു. രാമഭദ്രൻ എന്നെയും വിളിച്ചിരുന്നു. അവർക്ക് മോളെ ഇഷ്ടമായി. എത്രയും വേഗം കല്യാണം നടത്തണമെന്ന്. ദീപം ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പടം കിട്ടിയിരുന്നെങ്കിൽ മോളുടെ കല്യാണക്കാര്യത്തിൽ ഒരു സമാധാനമായെന്നെ. സമയം കഴിഞ്ഞു നിൽക്കുന്ന ഈ ധർമ്മരാജനെ ഒരു സംവിധായകർക്കും വേണ്ട. പ്രതാപിയായിരുന്ന സ്റ്റണ്ട് മാസ്റ്റർക്ക് മകളെ കെട്ടിക്കാൻ നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടാൻ തന്നെയാ വിധി. ആർക്കും വേണ്ടെന്ന് മാഷ് തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരിക്കലെങ്കിലും ഈ ആവശ്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വെറുതെ അവരെ കുറ്റം പറയണ്ട. അതല്ലടോ, അവരൊക്കെ ഇന്ന് വലിയ നിലയിലായി. ഇനി എന്നെ കാണുമ്പോ എങ്ങനെ പെരുമാറുമെന്ന് ആർക്കറിയാം? എന്തിനാ അതൂതും പറയുന്നേ? ഒരു നാണക്കേടും ഉണ്ടാവില്ല. ദേ, ആദിത്യന്റെ പടം തുടങ്ങുന്നു ഭാഷ പറയുന്ന കേട്ടു. ഒന്ന് പോയി കണ്ടൂടെ? അതൊന്നും നടക്കില്ലടോ. നടക്കും. മാഷ് ആദിത്യനെ പോയി ഒന്ന് കാണ്. പിന്നെ വിളിക്കാം. സുരേഷ് പോയി. ശരി സാർ. സാർ സത്യം സാർ, ഈ സ്ക്രിപ്റ്റിന്റെ കാര്യം കാലം കുറെ ആയില്ലോടെ തായതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത് ആദിത്യൻ സാറ് മറ്റൊരാളുടെ തിരക്കഥയിൽ സിനിമ ചെയ്യാറില്ലെന്ന്? സാർ ഒരു 10 മിനിറ്റ്. എടോ, ആദിത്യൻ സാർ അടുത്ത 6 പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പോരാത്തതിന് 10-25 പ്രൊഡ്യൂസേഴ്സ് വെയിറ്റിംഗുമാണ്. താ ഒരു കാര്യം ചെയ്യ്, പോയിട്ടൊരു 15 വർഷം കഴിഞ്ഞ് വാ. പിന്നെ ഇവിടെ കിടന്ന് ബേളം ഉണ്ടാക്കല്ലേ. സാർ ആദിത്യൻ സാറ് അകത്ത് ചാനൽ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരും. ഇപ്പോ എന്റെ ക്രേസ് ആക്ഷൻ സിനിമകളാണ്. നാളെ മാറിക്കൂടായികയില്ല. ഇന്ന് ഞാൻ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രണയകഥകളും കുടുംബകഥകളും ചെയ്യാൻ എന്റെ ഫ്രണ്ട്സ് മിടുക്കന്മാരായ ഡയറക്ടേഴ്സ് ഇവിടെ ഇല്ലേ? ഓക്കെ, അഗ്രീഡ്. പക്ഷെ താങ്കളുടെ പുതിയ സിനിമയിലെ നായകൻ ഫ്ലോപ്പുകൾ മാത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രേമാനന്ദാണ്. ആദ്യ സിനിമ മാത്രമാണ് അയാളുടെ ഒരേ ഒരു ഹിറ്റ്. ആരെയും അങ്ങനെ കുറച്ച് കാണരുത് സുഹൃത്തെ. ഒരൊറ്റ വെള്ളിയാഴ്ച മതി സിനിമയിൽ ഒരാളുടെ സ്ഥിതി 180 ഡിഗ്രി തിരിയാൻ. അമിതാഭ് ബച്ചൻ 13 ഫ്ലോപ്പുകൾക്ക് ശേഷമാണ് ഒരു ഹിറ്റ് കൊടുക്കുന്നത്. ഇവിടെയും അങ്ങനെ എത്രയോ പേർ. ആരും മോശക്കാരല്ലോ. പ്രേമാനന്ദ് ഹോം മിനിസ്റ്ററുടെ മകനായതുകൊണ്ട് മാത്രമാണ് വീണ്ടും നായകനാക്കുന്നത് എന്നൊരു വിമർശനം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയുടെ മകനെ നായകനാക്കിയ പോരെ? എന്തിനാ കുറയ്ക്കുന്നത്? പ്രേമാനന്ദ് എന്റെ ചങ്ങാതിയാണ്. നല്ല ചങ്ങാത്തങ്ങളിൽ നിന്നാണ് എന്നും നല്ല മലയാള സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. പ്രേമാനന്ദ് മാത്രമല്ല, ഗൗരി മേനൻ. അവരിപ്പോ തെന്നിന്ത്യയിലെ നമ്പർ 1 നായികയാണ്. അവരെന്റെ ആദ്യ സിനിമയിലും നായികയായിരുന്നു. ആ പഴയ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു. ഒരു നല്ല കാര്യമല്ലേ? നല്ലത് ചിന്തിക്കൂ, അപ്പൊ നല്ലത് സംഭവിക്കും. ബി പോസിറ്റീവ്. അപ്പൊ ഞാനൊന്ന് ഇറങ്ങി. ശരി സാർ. സത്യം എന്താ അവിടെ? സഹായിക്കണം സാർ, പ്ലീസ് സാർ. എന്റെ പേര് കൃഷ്ണൻ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് സാറിനെ കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ തിരക്കഥ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി. പക്ഷെ സാറിന്റെ അടുത്തൊന്ന് അടുക്കാൻ പോലും എവരാരും സമ്മതിക്കില്ല. സത്യ കൃഷ്ണകുഞ്ഞെ, ഒരു കാര്യം ചെയ്യും. ഇപ്പൊ പോയിട്ട് ഉച്ച കഴിഞ്ഞു വാ. ഇത്രയും വലിയ തിരക്കഥയൊന്നും വായിക്കാൻ പറ്റത്തില്ല. ഒരു നട്ഷൻ 10 മിനിറ്റ് കൊണ്ട് എന്നെ കഥ പറഞ്ഞ് അത്ഭുതപ്പെടുത്താൻ പറ്റിയ, ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ നമുക്ക് നോക്കാം. പോയിട്ട് നന്നായി കൂടറോ. എത്ര പാവപ്പെട്ട ചെറുപ്പക്കാരൻ ശാവാ താനീ വാങ്ങിച്ചു വെക്കുന്നത്. എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് വണ്ടി കയറിയത്. പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടായിക്കോണത്തിൽ നിന്ന് ചുമല ബസ് പിടിക്കുമ്പോൾ മോനും ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഒരൊറ്റ കുഴപ്പേ പറ്റിയുള്ളൂ. എന്തുവാ താനിപ്പോഴും ആ ബസ്സിൽ തന്നെ ബാക്ക് സീറ്റിൽ പുറകിലോട്ട് നോക്കി വായും പഠിച്ചിങ്ങനെ വേന്ന് പറഞ്ഞിട്ട്. ഇറങ്ങേണ്ട സ്റ്റോപ്പിലൊന്നും താൻ ഇറങ്ങിയില്ല. കൂടെയുള്ളവന്മാരൊക്കെ പലയിടത്തിറങ്ങി പല വഴിക്കെത്തി വലിയ നിലയിലായി. അതുകൊണ്ട് എന്താ ഈ പറഞ്ഞ 15 വർഷമായിട്ട് ഒരൊറ്റ നിപ്പ അസോസിയേറ്റ് ഡയറക്ടർ മാറൂല. നന്നാവാൻ ശ്രമിക്കും സത്യ, നന്നാവുന്നല്ലാടോ. പിന്നെ സാറേ,
കുറച്ച് ആൾക്കാർ പുറത്ത് കാണാതിരിപ്പുണ്ട്. ആ പ്രൊഡ്യൂസർ ദേവദാസ്, പിന്നെ ആ റൈറ്റർ വത്സാൻ കുടപ്പനക്കുന്ന്, പിന്നെ ആ പഴയ ഫൈറ്റ് മാസ്റ്റർ പുഷ്പരാജൻ, അല്ലല്ലോ ആ ധർമ്മരാജൻ, അയാളോട് ഇരിപ്പുണ്ട്. ധർമ്മരാജ മാസ്റ്ററോ? ഓ, എന്നിട്ട് എന്താ എന്നോട് ഇത്രയും നേരം പറയായിരുന്നു? അമ്മി. തന്നെ പോയി വിളിച്ചിട്ടോ. മാസ്റ്റർ എന്ന വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് പെടുത്തിയത്. ഈ പടത്തിൽ പ്രേമാനന്ദാണ് നായകൻ. ഹോം മിനിസ്റ്ററുടെ മകൻ എന്നുള്ള കൺസിഡറേഷൻ വിട്ടേക്ക്. 3 കൊല്ലം മഹാരാജസിൽ തല്ലും തരവഴിയാ നടന്നത് ഞാനും അവനും. ഞാൻ ഡയറക്റ്റ് ചെയ്ത ആദ്യ സിനിമയിലും അവനായിരുന്നല്ലോ നായകൻ. ആ സിനിമയ്ക്ക് ശേഷം അവൻ ചെയ്ത എല്ലാ സിനിമകളും അട്ടർ ഫ്ലോപ്പാണ്. അവൻ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ കമ്മിറ്റ് ചെയ്തത് ഈ സിനിമ. മാസ്റ്റർക്ക് തന്നെ അറിയാം, അവനൊരു മോശം ആക്ടറാണ്, അതിനേക്കാൾ മോശം ഫൈറ്ററുമാണ്. ഈ സിനിമയിലാണെങ്കിൽ 6 ഫൈറ്റും. എന്ത് ചെയ്യാൻ നോക്കും? നമ്മുടെ ദോസ്തായി പോലെ. അപ്പോൾ നല്ലൊരു ഫൈറ്റ് മാസ്റ്റർ അല്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് ആദ്യം ഞാൻ ഫിക്സ് ചെയ്തത് നല്ലൊരു ഫൈറ്റ് മാസ്റ്ററെ. വേറെ ആരുമല്ല, മാസ്റ്ററുടെ ശിഷ്യൻ അനന്തരവൻ ഉദയ്. ഓ, അഡ്വാൻസ് കൊടുത്ത് കമ്മിറ്റ് ചെയ്ത് പോയ ഒരാളെ ഞാൻ എങ്ങനെ മാറ്റും? മാസ്റ്റർ എന്നാ പറ. മാസ്റ്റർക്ക് സാമ്പത്തികമായി എന്ത് സഹായം വേണം? മടി കൂടാതെ ചോദിക്കാം, ഞാനുണ്ട്. ഏയ് അതൊന്നും വേണ്ട. ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചത്. സാർ വിഷമിക്കണ്ട. ഞാൻ ഇങ്ങനൊരു കാര്യം സാറിനോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല എന്ന് കരുതിയാൽ മതി. എന്നാൽ ഞാൻ എൻ്റെ അവസ്ഥ മാസ്റ്റർക്ക് ഇനി സാറിനെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അയ്യപ്പാ. സത്യ, എന്തോ എന്ത് സാർ വിളിച്ചേ? എടോ, ഹോം മിനിസ്റ്റർ PA വിളിച്ചിട്ട് നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസറിനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറ. ഓ, മാസ്റ്റർ ഫോൺ. ഹലോ, നമസ്കാരം സാർ. ആ, കാലത്തിന് വരാം സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. അയ്യപ്പാ. കുറച്ചു കാലമായിട്ട് മാസ്റ്റർ ഫീൽഡിലായിരുന്നുകൊണ്ട് പ്രൊഡ്യൂസറെയും പ്രേമാനന്ദനെയും സമ്മതിപ്പിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. ഇന്നലെ പറഞ്ഞല്ലോ, 6 ഫൈറ്റുകളുണ്ട് ഈ സിനിമയിൽ. അതിൽ ഒരെണ്ണം മാസ്റ്റർ ചെയ്തു. വലിയ സന്തോഷം സാർ. ഈ വയസ്സിന് ഇതുപോലൊരു സഹായം ചെയ്തു തന്നുകൊണ്ട് താങ്കൾക്കൊരു ദോഷവും വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ പടത്തിലെ എല്ലാ ഫൈറ്റ്സും ഹൈ റിസ്ക് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഉദയുടെ അസിസ്റ്റൻസ് മാസ്റ്റർ ഈ ഫൈറ്റ്സിൽ സഹായിക്കുമെങ്കിൽ പ്രൊഡ്യൂസർ സൈഡ് ഓക്കെ. പ്രത്യേകിച്ച് പ്രേമാനന്ദന്റെ കാര്യത്തിൽ ഡ്യൂപ്പില്ലാതെ ഒരു അരമതിൽ ചാടാൻ പോലും അവനെക്കൊണ്ട് പറ്റൂല. ബാക്കി ഫൈറ്റുകളെല്ലാം ഉദയം തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോ ഇതിൽ അവൻ എന്നെ സഹായിക്കും. ആനന്ദരവനേക്കാൾ ഉപരി എന്റെ ശിഷ്യനുമല്ലേ അവൻ. എന്നാ പിന്നെ ഓക്കെ അല്ലേ? ധർമ്മരാജ മാസ്റ്റർ. മാസ്റ്റർ സുഖമല്ലേടാ മുത്തു? അങ്ങനെ പോകുന്നു. ഉദയെ ഒന്ന് കാണണം. അകത്തുണ്ട്, ഇന്ന് വർക്കുള്ളതാ. മാസ്റ്റർ വരണം. ഒന്ന് പേടിക്കാതിരിക്കേണ്ട മോഹൻ സാറേ. 4 ദിവസം കൊണ്ട് ഫൈറ്റ് തീർത്ത് തന്നാൽ പോരെ? ഞാനത് മാസ്റ്റർ കൊടുക്കും. ദേ മോഹൻ സാർ, ദേ ഇറങ്ങുക. രാവിലെ തന്നെ ശകുനം ശരിയല്ല ചേട്ടാ. ഒരാളെ ഒന്ന് പറഞ്ഞു വിടാനുണ്ട്. അതൊന്ന് കഴിഞ്ഞാൽ ദേ എത്തി. വേണ്ട മോളെ. പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് അമ്മാവ. ഈ വയസ്സാം കാലത്ത് ഇങ്ങനൊരു സാഹസം വേണോ? ആ പടത്തിന്റെ പ്രൊഡ്യൂസർ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തത് അതിലെല്ലാ ഫൈറ്റുകളും ഞാൻ തന്നെ ചെയ്യണമെന്ന്. പിന്നെ ആ ഡയറക്ടറുടെ റെക്കമെൻഡേഷൻ വാങ്ങിച്ച് അതിനിടയിൽ കയറി കുത്തിത്തിരിയാൻ ശ്രമിക്കുന്നത് ഒരു തരം ചീപ്പ് ഏർപ്പാടാണ്. സത്യം പറഞ്ഞ മോളെ കെട്ടിച്ചു വിടാൻ കാശില്ലാത്തതുകൊണ്ട് രാവിലെ പിരിവിനിറങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ വകയിൽ വേണമെങ്കിൽ എന്നെ കൊണ്ടാവുന്നത് എന്തെങ്കിലും. ഉദയ, നിന്റെ മുമ്പിൽ കൈനീട്ടാൻ വന്നതല്ല ഞാൻ. ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത് ശരിയാ. അതിനൊരു അറുതി എന്നോണം വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല വർക്ക് കിട്ടിയപ്പോൾ അത് ചെയ്യാൻ എന്നെ സഹായിക്കുമോ എന്നാ ഞാൻ ചോദിക്കുന്നത്. മറ്റൊന്നും വേണ്ട. ഈ ഒരു വർക്കിന് വേണ്ടി 1-2 അസിസ്റ്റൻസിനെ നിനക്ക് വിട്ടു തന്നൂടെ? നിങ്ങൾക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ എൻ്റെ പൊസിഷൻ എന്താണ്, എൻ്റെ വില എന്താണ് എന്നെ കൊണ്ട് സ്വയം പറയിപ്പിച്ച് എന്നെ ഒരു ബോറനാക്കരുത്. രാമായണവും വായിച്ച് വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ
ധർമ്മരാജൻ മാസ്റ്റർക്ക് തോന്നിയ ഒരു ബുദ്ധിമോശത്തിന് കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല അമ്മാവ. എൻ്റെ കൂട്ടത്തിലുള്ള ഒറ്റ ഒരുത്തനെ ഞാൻ വിട്ടുതരില്ല. പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഏറ്റു പറഞ്ഞതുകൊണ്ട് നടക്കുന്നൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ടീമിൽ റോപ്പ് കെട്ടാനും കയറ് വലിക്കാനും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ആവശ്യം എനിക്കുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡെയിലി ബാറ്റ ഞാൻ വാങ്ങിച്ചു തരാം. എന്തേ പോരുന്നു? സന്തോഷമായി മോനെ, മനസ്സ് നിറഞ്ഞു. തൊഴിൽ പഠിപ്പിച്ച ഗുരുസ്ഥാനീയൻ വർഷങ്ങൾക്ക് ശേഷം സഹായം അഭ്യർത്ഥിച്ച് ശിഷ്യനെ തേടിയെത്തുമ്പോൾ സ്വന്തം ഗുരുവിന് ദിവസക്കൂലി കണക്കിൽ വില പറയാൻ മാത്രം ശിഷ്യൻ വളർന്നുവെന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം ഒരു ഗുരുവിനും ഉണ്ടാവില്ല. എനിക്ക് സന്തോഷമായി. അയ്യപ്പാ, ഈശ്വരൻ നിന്നോട് പൊറുക്കട്ടെ. ആ, ഞാൻ ഇറങ്ങട്ടെ മുത്തു. ഒക്കെ ഞാൻ കേട്ടു മാസ്റ്റർ. കണ്ണി ചോരയില്ലാത്തവനാ. അല്ലെങ്കിൽ ദൈവത്തെ പോലെ കാണേണ്ട ഒരാളെ ഇങ്ങനെ ആട്ടിയിറക്കൂ? എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മാസ്റ്റർക്ക് അറിയാലോ, ഉദയോട് മറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞാൽ എൻ്റെ വയറ്റിപ്പഴുപ്പൻ ഇല്ലാതാക്കും. ഒരുമിച്ച് ഒരേ തൊഴിൽ പഠിച്ചു വളർന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാസ്റ്റർ. ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറടാ. ആ, സാരമില്ലടോ, എനിക്ക് മനസ്സിലാവും. സത്യൻ, മനോഹരൻ, പിന്നെ ഒരു കണ്ണൻ, ഇവരെയൊക്കെ കണ്ടല്ലോ അല്ലേ ഭാഷ? എല്ലായിടത്തും ഞാനും പോയതാ. മാഷിന്റെ കൂടെ നിന്ന് പണി പഠിച്ച എല്ലാവരും എല്ലാ ബഹുമാനം തരികയും ചെയ്തു. പക്ഷെ ഭാഗ്യം, ആരും കൂടെ വരാൻ തയ്യാറില്ല. അച്ഛന് ഓർമ്മയില്ലേ പണ്ട് ഉദയേട്ടൻ വഴക്കുണ്ടാക്കി പറഞ്ഞു വിട്ട ഒരു ആന്റണി ചേട്ടനെ? ആന്റണി? നേരെ ഭാഷ, അവൻ മിടുക്കനാ, മിടുക്കൻ. പക്ഷെ മിടുക്കനാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ചെന്ന് വിളിക്കേണ്ട താമസം, ഓടി കൂടെ ഇങ്ങ് പോരും. ഞാനൊന്നൊരു 100 പ്രാവശ്യം പറഞ്ഞതാ ഉദയ് അവന്റെ ഈഗോ തീർക്കുകയാണെന്ന്. പക്ഷെ ആരും കേട്ടില്ല. ഒരുപാട് സിനിമാമോഹവുമായി വന്നവൻ കലങ്ങിയ കണ്ണുമായ തിരിച്ചിറങ്ങിപ്പോയത്. അന്ന് മാസ്റ്റർ മരുമകന്റെ വാക്ക് കേട്ട് അവനെ ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഉദയ്ക്ക് മുകളിലാകുമായിരുന്നു ആന്റണി. മതിയാക്ക്. ഉദയും ആന്റണിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞാനും പെങ്ങളും തമ്മിലുള്ള വഴക്ക് വരെ എത്തുമെന്നായപ്പോ എനിക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. അത് അവൻ അന്ന് മനസ്സിലായിട്ടുള്ളതാ. എന്ത് മനസ്സിലാക്കിയാലും അവന്റെ ഭാവി അന്നത്തോടെ തീർന്നതാ. ധർമ്മരാജൻ മാസ്റ്റർ പറഞ്ഞു വിട്ടൊരുത്തനെ പിന്നെ വേറെ ആരെങ്കിലും കൂടെ കൂട്ടുവോ? ഇതൊക്കെ ചെയ്തിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം. അവൻ എവിടെയുണ്ട്? അടിക്കട കുറ്റി. എന്റെ സ്ഥലം വിൽക്കണോ കുഴിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിനക്ക് തീരുമാനിക്കാം, പക്ഷെ വിൽക്കുന്നെങ്കിൽ അത് ഈ കോളനിയിലുള്ള ആർക്കെങ്കിലും മാത്രം. ഇനി പൊന്നും വിലക്കാണെങ്കിലും വാങ്ങാൻ ഇവിടെ ആളുണ്ട്. വേണ്ട, ഇവിടുത്തെ ഒരുത്തനും കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. നീ വെറുതെ വാശി പിടിക്കല്ലേ ബഷീറെ. നിനക്കറിയാലോ നമ്മുടെ ഈ കോളനിക്ക് ഒരു ചട്ടക്കൂടുണ്ട്. ഇന്ന് 11 മണിക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ സ്ഥലത്തിന്റെ തീരാധാരം ഞാൻ എഴുതി കൊടുത്തിരിക്കും. പറഞ്ഞുറപ്പിച്ച കാശ് ഞാൻ മേടിക്കുകയും ചെയ്യും. ഇല്ല ബഷീറെ, നീ കൊടുക്കില്ല. ഈ കോളനിയിലെ ഒരു തുണ്ട് ഭൂമി പുറത്തൊരാൾക്ക് മറിച്ചു വിറ്റ ചരിത്രം നമുക്കില്ല. ഇവിടെ ഈ മണ്ണിൽ ഓടിക്കളിച്ച് വളർന്നവരാ നമ്മൾ. സമാധാനവും സന്തോഷമുള്ള മണ്ണാണിത്. അത് നശിപ്പിക്കാൻ നീ കാരണം ഒരു പുത്തൻ പണക്കാരൻ ഈ കോളനിയിൽ കാലെടുത്ത് വെച്ചാൽ വെക്കുന്നവരുടെ കാല് ഞങ്ങൾ വെട്ടും. വെട്ടും. പറഞ്ഞത് അച്ചായനാണെങ്കിൽ വെട്ടി കൂട്ടിയിരിക്കും. അതിന് പുറത്തുപോയി ആളെ തപ്പേണ്ട കാര്യമൊന്നുമില്ല. അച്ചായനെന്ന് ഒച്ചത്തി വിളിച്ചാ മതി. അറിയാലോ നിനക്ക്. അവൻ വരട്ടെ. വന്നാ നീ അളക്കണ മണ്ണ് ഇവിടെ തന്നെ ഉണ്ടാവും. മണ്ണിനടി നീ ഉണ്ടാവും. ഓടാ. രജിസ്ട്രേഷനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പോകാൻ പറബായി. അവന്മാര് ഷോ കാണിക്കുന്നതൊക്കെ ആരുടെ ധൈര്യത്തിലാണെന്ന് എനിക്കറിയാം. അതിനുള്ള മറുമരുന്നായി നല്ല മുട്ടം പിള്ളേരെ ഞാൻ കൊടുങ്ങല്ലൂരിൽ ഇറക്കിയിട്ടുണ്ട്.
തരം കിട്ടിയ സ്വന്തം തള്ളേനെ ചന്തയിലിരുത്തി വില പറയുന്നവനാ നീ. പക്ഷെ 5 സ്റ്റാർ കോളനിക്ക് അകത്ത് നിന്ന് ഒരു തരി മണ്ണ് നീ പുറത്തുള്ള ഒരുത്തനും എഴുതി കൊടുക്കില്ല. കൊടുത്ത ആ കൈ ഞാനിങ് എടുക്കും. ഇത് ആന്റണിയാടാ പറയുന്നത്, അറിയാലോ നിനക്ക്. പറയുന്ന വാക്കും ജനിപ്പിച്ച തന്തേ ആന്റണിക്ക് ഒന്നേ ഉള്ളൂ. ഒരെണ്ണെടുത്ത് ആക്രിക്ക് കൊടു, വായും നോക്കി ഇരിക്കുക. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ചുമ്മാ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നത്തിന് ആ ബഷീറിന്റെ നട്ടലിനൊരു ഒടിവുണ്ടെന്നാ കേട്ടത്. കൂടെ ഉണ്ടായിരുന്ന 3 പേരുടെ അപ്പി പൈപ്പിട്ടാ എടുത്തത്. എന്റെ പൊന്നു പള്ള, ഈ വേറിലിട്ട ചായ തരുമ്പോ തന്നെ അപ്പിയുടെ കാര്യം കൂടെ പറയണം. ടാർസന്റെ അടിയല്ലേ ഇപ്പൊ ഒന്നും അറിയൂല മോനെ. ദിവസം 2 കഴിയുമ്പോ ചോര തൂറി തുടങ്ങും. ഉണ്ടിക്കിട്ടല്ല നല്ല കുത്ത് കിട്ടി. ആന്റണിയുടെ വീടേതാ? ആരാ? ടാർസന്റെയോ? ടാർസനും ആന്റണിയെ കണ്ടിട്ട് എന്താ ആവശ്യം? ഒരു വർക്ക് ഉണ്ടായിരുന്നു. എന്താ നിന്റെ പ്യാരി? ഭാഷ. നിന്റെ ഭാഷയിൽ ചോദിച്ചതിന്റെ പ്യാരെന്താന്ന്? പേര് തന്നെയാ പറഞ്ഞത്, ഭാഷ. അയ്യേ, പേരിനെങ്കിലും ഒരു പേരിടാമായിരുന്നു. വർക്കെന്ന് വെച്ചാൽ വെട്ടാണോ ഓടിയാണ്. കൊലയാണെങ്കിൽ വെക്കാൻ സ്കൂട്ടായിക്കോ ആവക കൊട്ടേഷൻ ടാർച്ചനെ ഏറ്റെടുക്കൂല. അല്ല, അവനിപ്പോ എവിടെയുണ്ട്? ഇന്നലെ ഒരു സുവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആ കുഞ്ഞാടുകളുടെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. അപ്പൊ അവൻ പുരോഹിതനായോ? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കുമ്പസാരിക്കണവർ അണ്ണന് താല്പര്യമില്ല. പിന്നെ നന്നാവില്ലെന്ന് ഉറപ്പിച്ച ചില കുഞ്ഞാടുകൾ റോട്ടയിലിട്ട് കുമ്പസാരിപ്പിക്കും. ആന്റണിയുടെ വീട് എവിടെയാ? വേണ്ട, ഞാനിവിടെ മലയാളിയാണല്ലേ? ഞാനും മുമ്പ് സിനിമയിലുണ്ടായിരുന്നു, ഡ്രൈവറായിരുന്നു. ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി കുറച്ചാൾ കിടന്നു. പിന്നെ പണിക്ക് പോകാൻ മോൻ സമ്മതിക്കുകയല്ല. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെയാ? എവിടെ? കോളിളക്കത്തിന്റെ സെറ്റില്. കോളിളക്കം മാഷാണോ വർക്ക്? അല്ല, ഞാൻ ജയൻ സാറിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ വണ്ടിയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. പെങ്ങളാ? കുട്ടിക്കാലം മുതല് ജയനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഓഹോ. കുറച്ചു നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മദ്രാസിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. ജയൻ മരിച്ച പിന്നെ ജയൻ സാറിന്റെ ഭാഗ്യം. ആന്റണിയെ കണ്ടില്ല. എടി മേരി കൊച്ചേ, ഇവരിത് എവിടെ പോയി കിടക്കുക? എന്നോടാണോ? പിന്നല്ലാതെ. അല്ലെങ്കിൽ തന്നെ പുന്നാര മോനെ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ എന്നോട് സമ്മതം വാങ്ങിച്ച് ഒപ്പിട്ട് പോകുന്ന പോലെയാ ചോദ്യം. എന്തോത്തിനാ ഇപ്പൊ അവനെ കാണുന്നേ? എന്റെ അമ്മയാ, ധർമ്മരാജൻ മാഷ്. നമസ്കാരം. ഓ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ജീവിതത്തിൽ സിനിമ കാണാത്ത വർഗമാ. ഒരു സിനിമ ടിക്കറ്റിന്റെ പൈസ 10 കൂടി കപ്പ വയ്ക്കാന്ന് വിചാരിക്കുന്ന ടീം. പിന്നെ പണ്ട് ബെഞ്ചിലിരുന്ന് സിനിമ കാണുന്ന കാലത്ത് സ്റ്റണ്ട് ധർമ്മരാജൻ എന്ന് എഴുതി കാണിക്കുമ്പോ എന്തോരം കൈയടിച്ചവനായി തങ്കച്ചൻ. അയ്യോ, നമ്മുടെ ആന്റണിയുടെ തല്ലു മാസ്റ്റർ. ഓ, സ്റ്റണ്ട് മാസ്റ്റർ. നീ മാസ്റ്റർക്ക് ചായ എടുക്കാം. 2 പേർക്കും വേണോ? പിന്നെ അത് അസിസ്റ്റന്റാ. എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ആ മോളെ, ഇത് ആനി, അവന്റെ താഴെയുള്ളതാണ്. ഓക്കോ. അതെ, ചായ മതിയോ അതോ? അയ്യോ, സ്റ്റോക്കുണ്ട്. എത്ര നേരമായിട്ട് അറിയോ മാസ്റ്റർ വന്നിട്ട്? ഭാഷ എന്താ മാസ്റ്റർ ഈ വഴിക്കൊക്കെ? അതെ, ശരിക്കും നീ ആരാ? ടാർസൻ ആന്റണിയാണോ ബ്രദർ ആന്റണിയാണോ? ഇതിലേതാ? പിള്ളേരിട്ട ഓരോ വിളിപ്പേര്. മാസ്റ്റർ വാ, അകത്തേക്ക് ഇരിക്കാം. അമ്മച്ചേ, ചായ എടുക്കാം. ഇനി ഇരിക്കാലോ? ഞാനും ഉടനെ മാസ്റ്റർ ആവും. ആണോ? എന്നാ ഉറപ്പിച്ചിരിക്കേ. ഇല്ല മാസ്റ്റർ, ഞാൻ വരില്ല. ഒരിക്കൽ മനസ്സിൽ സിനിമാ മോഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരാൾക്ക് വേണ്ടി അതൊക്കെ വേണ്ടെന്ന് വെക്കണമെന്ന് മാസ്റ്റർ തന്നെ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അനുസരിച്ചു. ഈ കൂലിത്തല്ലും ചില്ലറ കൊട്ടേഷൻ പണിയായിട്ട് നടക്കുന്നതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടായിട്ടല്ല മാസ്റ്റർ.
പക്ഷേ ഈ ചെറിയ ലോകത്തിലെ വലിയ സ്വപ്നങ്ങളൊന്നും കാണാത്ത ജീവിതത്തിന് ഒരു സമാധാനമുണ്ട്. എനിക്കത് മതി മാസ്റ്റർ. നിർബന്ധിക്കാനും അനുസരിപ്പിക്കാനും ഉണ്ടായിരുന്ന അവകാശമൊന്നും എനിക്കിപ്പോൾ ഇല്ല. നിനക്കറിയാലോ, ഒരുപാട് ശിഷ്യന്മാർ എനിക്കുണ്ടായിരുന്നു. പോയി കണ്ടു, കണ്ണീരും കൈയുമായി കാത്തു നിന്നു. നല്ല 2 വാക്കോ തോളിൽ തട്ടിയൊരു യാത്ര പറച്ചിലോ പോലും ഉണ്ടായില്ല. ഒക്കെ വിധിയാ. ഇപ്പോ നിന്റെ മുമ്പേ കൊണ്ടുവന്ന് നിർത്തിയതും നിന്നോട് ഞാൻ ചെയ്തതൊക്കെ ഓർമ്മിപ്പിച്ചതും അതേ വിധിയാവും മോനെ. ഇതൊരു മാപ്പ് പറച്ചിലാണോ? എന്നോട് ക്ഷമിച്ചൂടെ? മാസ്റ്റർ പ്ലീസ്. പഴയ ഫൈറ്റ് മാസ്റ്റർ ധർമ്മരാജന്റെ മനസ്സെനിക്കില്ല ഇപ്പോ. ഒരു മകളെ കെട്ടിച്ചുവിടാൻ പരക്കം പാഞ്ഞു നടക്കുന്ന ഒരു അച്ഛന്റെ മനസ്സാ. മാസ്റ്റർ, ഞാൻ നീ വരില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഒന്ന് ചോദിക്കാമല്ലോ. നിന്നോട് ചോദിച്ചില്ലെന്ന് മനസ്സ് കുറ്റം പറയില്ലല്ലോ. ഇറങ്ങട്ടെ. കാണുമ്പോ ആട്ടി പുറത്താക്കുമെന്നാ കരുതിയത്. അത് നീ ചെയ്തില്ല. അത് നിന്റെ വലിയ മനസ്സ്. നന്നായി വരും മോനെ, നന്നായി വരും. അയ്യപ്പ. ഹലോ, ഞാൻ കൊടുക്കാം മാസ്റ്റർ. ചേച്ചിയാ. സരോജിനി. ഉവ്വ്, കണ്ടു. അവൻ വരില്ല എന്ന് പറഞ്ഞു. അപേക്ഷിക്കാനല്ലേ പറ്റൂ, നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചു മുമ്പ് കൈകൂപ്പി കണ്ണു നിറഞ്ഞ് എൻ്റെ മുന്നിൽ ഇറങ്ങിപ്പോയത് ഒരു കാലത്ത് ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദൈവമാണ്. ആ കണ്ണീരിൻ്റെ ഭാരം എനിക്കിനി കൊണ്ടു നടക്കാൻ വയ്യ മാസ്റ്റർ. ഞാൻ വരാം. ധർമ്മരാജൻ മാസ്റ്റർക്കൊപ്പം ഇനി മുതൽ ആന്റണി ഉണ്ടാവും. ഞാൻ തരാതെ പോയ ഗുരുദക്ഷിണയായിട്ടിരിക്കട്ടെ എൻ്റെ ഈ വാക്ക്. ആന്റണി, ഇടാവൻ തിരിയുന്നിടത്തേക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യണം. അതിനിടയ്ക്ക് ക്ലോസ് കെട്ടി മട്ടി. സുരേഷേ, 5 ക്യാമറയും വൈഡ് ലെൻസ് ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ ആവശ്യം ഈ സീനിന്റെ ഗ്രാൻഡ്യൂർ ഇങ്ങനെ വർക്കൗട്ട് ആക്കുക എന്നുള്ളതാണ്. പ്രേമാനന്ദിന് പകരം ഡ്യൂപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ക്ലോസ് വയ്ക്കാൻ പറ്റത്തില്ല. അത് ശരി. ആദ്യത്തെ ദിവസം തന്നെ ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്യണം. വേണം. കംപ്ലീറ്റ് TV കാരും പത്രക്കാരും വന്നിട്ടുണ്ട്. ഒന്ന് പൊലിപ്പിക്കണം. ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിന് അത് ആവശ്യമാണ്. ഒന്ന് ഞെട്ടിട്ടോ. അതെ. സത്യ സാർ, മാസ്റ്റർ അവിടെ അവിടെ ക്രെയിൻ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നമസ്കാരം സർ. ഈ വില്ലനും ഗ്യാങ്ങും ഫാക്ടറിക്ക് അകത്തോട്ട് കയറി വന്ന് ഹീറോയുടെ ഫ്രണ്ട്സിനെ തല്ലുന്നതിന്റെ എൻഡില് ഹീറോയുടെ എൻട്രി ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. വില്ലനും ഗ്യാങ്ങും തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഇവന്റെ ഈ ഹീറോയുടെ എൻട്രി എങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരാം? സീൻ ഞാൻ വായിച്ചിരുന്നു സർ. സാർ എഴുതിയിരിക്കുന്ന പോലെ ഒരു ബൈക്ക് ജമ്പ് തന്നെയാണ് പ്ലാൻ. പക്ഷേ ബൈക്ക് ജമ്പ് നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ സർ. ഇതൊരു ത്രില്ലിംഗ് ആയിട്ടാകാമെന്ന് വിചാരിച്ചു. റാമ്പിൽ നിന്ന് ബൈക്ക് ജമ്പ് ചെയ്യുന്നതോടുകൂടി 2 സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ഉണ്ടാവും, ബോംബുകൾ. അത് നമ്മൾ ഗ്രാഫിക്സിൽ ആഡ് ചെയ്യും. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലാണ്ടാവും. കലക്കം. 3 കാറിനിടയിൽ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവണം. പക്ഷെ ഒരൊറ്റ പേടിയേ ഉള്ളൂ,
ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസം തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് മാസ്റ്റർക്കും പടത്തിനും ചീത്തപ്പേരാവും. പേടിക്കണ്ട സാർ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഡൂപ്പ് ആർട്ടിസ്റ്റിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. എൻ്റെ 40 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഇതുപോലെ റിസ്ക് ഉള്ള സീക്വൻസ് ചെയ്യാൻ അവനേക്കാൾ മിടുക്കനായ ഒരു ഫൈറ്ററെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, മാസ്റ്റർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് 10 വേണം. ഓക്കെ സൂപ്പർ സ്റ്റാർ പ്രേമാനന്ദ് 1.5 വർഷം ആദിത്യൻ സാറിന്റെ പുറകെ നടന്ന് കയ്യും കാലും പിടിച്ചിട്ട് ഇവന്റെ അച്ഛൻ ഹോം മിനിസ്റ്റർ ഇല്ലേ, മൂപ്പറുണ്ടാക്കിയ പ്രോജക്റ്റ് ആണെന്നാ കേൾക്കുന്നത്. പക്ഷേ മകന്റെ വരവും പോക്കും കണ്ട അതിന് യാതൊരു അഹങ്കാരവും തോന്നത്തില്ല. My face, see my eye. It's a lie, my check head, not another but get more freaky than the bit of lady. എടാ എൽദോ, അത് നമ്മുടെ പത്തനംതിട്ടക്കാരൻ ഹണിദാസ് അല്ലേ? എന്താടോ ഹണിദാസേ, എസ്കോർട്ട് വണ്ടിയൊന്നും അങ്ങോട്ട് വലിക്കുന്നില്ലല്ലോ. തന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഉടനെ ശരിയാവും. താങ്ക് യു സാർ. ഇവിടെ ഉണ്ടാവണം, തിരിച്ചു പോകുമ്പോൾ എസ്കോർട്ടിന്റെ ആവശ്യം വരും, അല്ലെ ക്രൗഡിന്റെ ശല്യം ഉണ്ടാവും. ക്രൗഡ് കോപ്പ്. ഇവനൊക്കെ സിനിമ കാണാൻ തിയേറ്ററിലെത്തുന്ന 4-3-7 പേരാ, എന്നിട്ട് ഇവനൊക്കെ പോലീസ് എസ്കോർട്ടും. കഷ്ടം. ഗുഡ് മോർണിംഗ് ആദിത്യ സർ. നിന്റെ പടമല്ലേ? ആ പിന്നെ അച്ഛൻ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. വരാൻ കഴിയില്ല, ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. വരാത്ത നന്നായി. ഇപ്പോഴും മാറിയിട്ടില്ല. നായിക എത്തി, ഗൗരി മേനോൻ. ഗൗരി മേനൻ, how are you? I'm fine, sir. ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റ് 5 സിനിമകളിലും എന്നെ വിളിച്ചില്ല എന്നത് ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇത്രയ്ക്ക് ഫോർമാലിറ്റി വേണോ ആദി? പിന്നെ അമ്മ അച്ഛൻ സുഖം? സുഖം. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ശേഷം ഫ്രണ്ട്സുമായി ഒരു യൂറോപ്യൻ ടൂറിന് പോയതാ. അടുത്ത ആഴ്ച എത്തും. ഓ പ്രേം, നേരത്തെ എത്തിയോ? സോറി, ഞാനൊരു അല്പം വൈകിപ്പോയി. ഫ്ലൈറ്റ് ഡിലേഡ് ആയിരുന്നു. ഏയ് അത് സാരമില്ല. വലിയ വലിയ താരങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോലുള്ള ചെറിയ നടന്മാർ വെയിറ്റ് ചെയ്യുന്നത് സിനിമാ സെറ്റിൽ സഹജമല്ലേ? ഈ കളിയാക്കൽ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാനൊരു മുൻകൂർ സോറി പറഞ്ഞത്. സ്മാർട്ട് ഗേൾ.